രാഹുൽ മാങ്കൂട്ടമാണ് ഇന്നത്തെ വിഷയം. രാഹുൽ മാങ്കൂട്ടമാണ്. കുറച്ച് വിഷയങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ലൈക്കിൻ്റെയും ഒക്കെ വെച്ചിട്ട് അറിയാലോ, നമ്മുടെ കമ്മികൾ അങ്ങ് തിരിച്ചിരിക്കുകയാണ്. കഥ അറിയാതെ ആട്ടം കാണുന്ന കുറെ മണ്ടര്. ഈ കാലത്ത് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല. ചിലപ്പം ചൈനയിൽ നിന്നും അവിടെ നിന്നും ഒക്കെ ലൈക്കും കാര്യങ്ങളൊക്കെ കയറി വരും. അതങ്ങനെ അത് ഓട്ടോമാറ്റിക്കലി വരും, ചിലപ്പോൾ അത് പോവുകയും ചെയ്യും. അതെങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും ABCD പോലും അറിയാതെ വന്നിട്ട് ആരുടെയെങ്കിലും കേട്ട് കഴിഞ്ഞിട്ട് കൊണാണ അടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, രാഹുലിൻ്റെ വിഷുവിൻ്റെ ഒരു വീഡിയോ വേണ്ടേ ഇന്നലത്തെ. ഓക്കെ, ജസ്റ്റ് അതൊന്ന് കണ്ടുതരും നിങ്ങൾ. ഓടിക്കുന്നില്ല, കാണും. ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ വന്ന് വെച്ചങ്ങ് കണ്ടന്റ് ഉണ്ടാക്കുക, അങ്ങനെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് മെയിൻ ന്യൂസിലൊക്കെയാണ് ഈ സംഭവം വരുന്നത്. മെയിൻ ന്യൂസിലൊക്കെ വരുന്നൊരു കാര്യമാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര ലൈക്ക് കിട്ടുന്ന പോലും ഇവർക്കൊക്കെ പ്രശ്നമാണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, ഒന്ന് വെച്ചാൽ രാഹുൽ ഇലക്ഷന് നിൽക്കാൻ നന്നായി എന്നല്ല, അല്ലെങ്കിൽ ഈ ഒരു പേരും പറഞ്ഞിട്ട് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനൊക്കെ വോട്ട് പിടിച്ചേനെ. സീരിയസ്ലി ഞാൻ പറഞ്ഞേനെ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം, രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ലൈക്ക് അടിക്കുക, ഒരു ഹൈപ്പും കൂടെ കൊടുക്കുക, കമൻറ്റും കൂടെ കിട്ടേക്കുക. എന്തെങ്കിലും ഒരു നല്ലൊരു കമൻറ്റ് ഇടുക. ജസ്റ്റിസ് ഫോർ രാഹുൽ ഇനി വേണ്ട. കാരണം പുള്ളി ഇവിടെ തിരിച്ചു വരെ ഉടനെ തന്നെ ഉണ്ട്. വന്നു, പുള്ളി ഓൾറെഡി കോൺഗ്രസ്സിൽ വന്നു കഴിഞ്ഞ് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കായംകുളത്തിലുള്ള കുറേ നേതാക്കന്മാർ ഈ പറയുന്ന രാഹുലിനെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര ഹാപ്പി. എൻ്റെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വന്ന് കഴിഞ്ഞു. ഞാനിത് പറയുവാണെങ്കിൽ ഇത് കോൺഫിഡൻസോടെ തന്നെ പറയാം. പിന്നെ പാലക്കാട് വിഷാരയുടെ കൂടെ ഇറങ്ങുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ ഇറങ്ങിയില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, ശോഭാ സുരേന്ദ്രൻ്റെ ഒരു കള്ളനോട്ടും പോട്ടെ, പൈസ കൊടുപ്പ് വിഷയം കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് രാഹുൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ഭയങ്കര ബൂസ്റ്റായിരുന്നു. അത്യാവശ്യം വോട്ട് മൊത്തം ഈ പറയുന്ന പിഷാരടിക്ക് കയറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ശരിയായിരുന്നു, ഈ പാലക്കാട് ശോഭയ്ക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. നല്ലതെന്ന് വെച്ചാൽ നല്ലത്. എനിക്ക് ആ അവസാനത്തെ മുമ്പത്തെ ദിവസം പോലെ ശോഭയെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് പറയാൻ പറ്റത്തില്ല. നമുക്ക് അതൊരു സൂചന പോലും കൊടുക്കാൻ പറ്റത്തില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആൾക്കാരുടെ കോൺഫിഡൻസ് കുറയും. പാലക്കാട്ടുകാരെ ചിലപ്പം ഒരാടെങ്കിലും ഒരു കോൺഫിഡൻസ് പറഞ്ഞാൽ അത് നമുക്ക് ഇതായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞത്. ഇനിയിപ്പോൾ എന്ത് പറയുമ്പോൾ നമുക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ, ആ ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു വിഷയം രാഹുൽ വന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് ദേ കിടക്കുന്ന പിഷാരയ്ക്ക് ഇച്ചിരി കൂടെ ഗ്രാഫ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി, പുള്ളി എല്ലാം സമാധാനപരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം സോഷ്യൽ മീഡിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ലൈക്ക് വിഷയമാണ്. അതിന് രാഹുൽ മറുപടി കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ രാഹുൽ മറുപടി കൊടുക്കുന്നുണ്ട്. രാഹുലിനെ പേഴ്സണലി വന്ന് ഇപ്പം പറയുന്നവന്മാർക്കൊക്കെ തന്തയ്ക്കും വിളിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക, വീഡിയോ ഒന്ന് കാണുക. അപ്പോഴേ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചില്ലായിട്ട് ഇരിക്കുമ്പോഴാണ് CPM പുതിയൊരു നോണവുമായിട്ട് വന്നത്. അതുകൂടി നിർവീര്യമാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് എന്റെ ചില സുഹൃത്തുക്കള് CPM കുറച്ച് സൈബർ കീടങ്ങൾ അവര് ഫേസ്ബുക്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്നതായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത ആ വീഡിയോസ് കിട്ടിയ മില്യൺ കണക്കിന് വ്യൂവർഷിപ്പും അതുപോലെ ലക്ഷക്കണക്കിന് റിയാക്ഷൻസും ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അത് തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വന്ന ലൈക്കുകളാണ്. നമുക്ക് അവിടെയും പിടിയുന്നതൊക്കെ പറഞ്ഞിട്ടാണ് റിയാക്ഷൻസ്. അവരുടെ ഒരു തരം അവിടെയും പിടി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവല്ലേ. എടേ, ഞാൻ ഇപ്പോൾ ഒരു ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്കൊരു 60,000 ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിലാണ്. ചില പോസ്റ്റിനകത്ത് എന്നും വേണ്ട, രേണുസുതിയുടെ പോസ്റ്റ് കൂടുതലും ഞാൻ ഇടുമ്പോൾ അതിനെനിക്ക് വരുന്ന ലൈക്കും ഇടയ്ക്ക് വന്ന മൊത്തം ലൈക്കും ഇമോജിയൊക്കെ ഇതാണ് ഈ ചൈനക്കാരുടെയൊക്കെയാണ്. അതങ്ങനെ കയറി വരുന്നതാണ്. അതങ്ങനെ കയറി വരും, ഉറപ്പായിട്ടും അത് കയറി വരുന്നൊരു കാര്യമാണ്. ഇതൊന്നും ഒരു മനുഷ്യർക്ക് അറിയത്തില്ല. അത് പിന്നെ ഫോളോവേഴ്സുമായിട്ടും കയറി വരും. ചിലപ്പം 30,000 കിടക്കുന്ന ചാനൽ 32,000 ആവും. പക്ഷെ അത് കുറെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞങ്ങ് പൊക്കോളും. അതിങ്ങനെ കയറി വരുന്നേ. അത് ഈ നാറികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ, കാരണം അതിനുള്ള വിവരം ബോധമില്ല. എന്തെങ്കിലും വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ. മോങ്ങലാണ്. അതുകൊണ്ട് ഞാൻ അതിൽ മൈൻഡാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. സാധാരണ കൃമികീടങ്ങൾക്ക് മറുപടി കൊടുക്കാറുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം മലയാളത്തിലെ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് വാർത്തയായിട്ട് വന്നു. എല്ലാ ചാനലിലും കാണുമല്ലോ ഈ നുഴഞ്ഞു കയറി ഏതെങ്കിലും ഈ സൈബർ കൃമികീടം അവർ ചെയ്ത പണിയായിരിക്കാം. ബോധ്യപ്പെട്ട ചാനലുകളെല്ലാം വാർത്ത പിൻവലിച്ചു. ഇപ്പോഴും ആ വാർത്ത കിടക്കുന്നത് ഒന്ന് കൈരളിയിലും പിന്നെ കൈരളി പ്രോമാക്സ് ആയ ന്യൂസ് മലയാളത്തിലുമാണ്. കൈരളി വരുന്നതെല്ലാം സത്യമായതുകൊണ്ട് മറുപടി പറയേണ്ട കാര്യമില്ല. ഈ ന്യൂസ് മലയാളത്തിന്റെ പ്രത്യേകത പറയാം,
ഇത്തരത്തിൽ കൃത്രിമമായിട്ട് വ്യൂവർഷിപ്പ് ഉണ്ട് ഈ യൂട്യൂബിൽ എന്നതിന്റെ പേരിൽ യൂട്യൂബ് 2 ദിവസം ബാൻ ചെയ്ത ചാനലാണ് ഈ മാധ്യമ സ്ഥാപനം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതിനെ പറ്റിയൊക്കെ പറയാൻ നല്ല യോഗ്യതയുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം മറക്കരുത് നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇക്കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷത്തെ ദുരിത ജീവിതത്തെ പറ്റി ഓർമ്മപ്പെടുത്തിയ വീഡിയോ. അതിനകത്താണ് ഈ തായ്ലൻഡിൽ നിന്ന് ചൈനയിൽ നിന്നൊക്കെ ആളുകൾ വന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമുക്കത് നോക്കാം. 1,38,000 റിയാക്ഷൻസ് ലൈക്കായും കെയറായും ഹാർട്ടായും അതുപോലെ ലാഫിംഗ് ഇമോജിയായിട്ടും ഒക്കെ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിനകത്ത് ലൈക്കിന്റെ പാർട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വളരെ സ്വാഭാവികമാണ്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ CPM-മാരെ പോലെ ലൈക്ക് ഉണ്ടല്ലേ അവരൊരു നുണഭൂമിനെ നിർവീര്യമാക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് പറയുന്നേ ഉള്ളൂ. ലൈക്കിന്റെ പാർട്ടിൽ കുഴപ്പമില്ല, അതിന്റെ ആ ലവ് റിയാക്ഷന്റെ പാർട്ടിൽ കുഴപ്പമില്ല, ലാഫിംഗ് റിയാക്ഷന്റെ പാർട്ടിലും വലിയ കുഴപ്പമൊന്നുമില്ല. CPM-മാരുടെ കുറച്ച് ഫേക്ക് ഐഡീസ് ഉണ്ട്, അത് പോട്ടെ, സാരില്ല. പക്ഷെ കെയറിലേക്ക് വരുമ്പോൾ മാത്രമുണ്ടല്ലോ കുറച്ചധികം കെയറേട്ടന്മാർ തായ്ലൻഡിൽ നിന്ന് ചൈനയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഹൊസ്റൈന, വാലി ഗേബെ, പിന്നെ റുസ്താം സബോ, ഫെലിക്സ് ജീൻ, റാമൻ ഡ്രേസ്. ആരാ 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 ഇവരൊക്കെ? എനിക്കും അറിയില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻസ് എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഒരേ സമയത്താണ് ഈ റിയാക്ഷൻസ് എല്ലാം വന്നത്. അപ്പോൾ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ തൊട്ട് താഴത്തെ പോസ്റ്റ് നോക്കി. അതിനകത്ത് റിയാക്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഇവരവിടെ ഇല്ല. അതിന് തൊട്ട് താഴത്തെ പോസ്റ്റ് എടുത്ത് നോക്കി, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പണം കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ്, അവിടെയും ഈ ചങ്ങാതിമാരില്ല. അതിന് താഴെ CPM-മാർ സ്വർണം കെട്ടതിനെ പറ്റി എഴുതി പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനകത്ത് ഈ ചങ്ങാതിമാരും വന്നില്ല. അതിന് താഴെ വയനാട് ഫണ്ട് കളക്ഷനെ പറ്റി പോസ്റ്റ് ഉണ്ട്, ഇരുണ്ട കാലത്തെ പറ്റി പോസ്റ്റ് ഉണ്ട്, നമ്മുടെ ഈസ്റ്റർ ആശംസയുണ്ട്, പിന്നെ വയനാട് ഫണ്ട് കളക്ഷൻ സർക്കാർ അടിച്ചു മാറ്റിയതിനെ പറ്റി പിന്നെയും പോസ്റ്റുകളുണ്ട്, പിന്നെ SDPI CPM ധാരണയെ പറ്റി പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റുകളിലൊന്നും പോട്ടെ, ഏറ്റവും റിയാക്ഷൻസ് ഉണ്ടായ 2,15,000 ആളുകൾ റിയാക്ട് ചെയ്യുകയും ഏതാണ്ട് 42 ലക്ഷം ആളുകൾ കാണുകയും ചെയ്ത പോസ്റ്റ് എടുത്ത് വളരെ വിശദമായിട്ട് നോക്കി. അവിടെ നമ്മുടെ ഈ ചൈനക്കാരും തായ്ലൻഡുകാരും ഒന്നും വന്നില്ല. അവർക്കെന്തേ അങ്ങോട്ടേക്ക് മാത്രം വിസ കിട്ടിയില്ല എന്നാണോ? അപ്പൊ ഒറ്റ പോസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ CPM-കാർ ഏതൊക്കെയോ ഗ്രൂപ്പുകളിലേക്ക് ഇത് പ്രചരിപ്പിച്ചിട്ട് അപ്പോ അവര് വളരെ കൃത്രിമമായിട്ട് നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ രീതിയാണ്. ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഒരു അറിവ് വെച്ചുള്ള കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇപ്പൊ രാഹുൽ പറയാൻ പോകുന്നത് ചിലപ്പോൾ ഇവര് ഗ്രൂപ്പിലൊക്കെ ഇട്ട് ചിലപ്പോൾ ചെയ്യിപ്പിച്ചാണെന്നായിരിക്കും രാഹുൽ പറയുന്നത്. ഇങ്ങനെ ഇടയ്ക്ക് കയറി വരും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, രേണുസുതി കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറെ ഫോളോവേഴ്സും കയറി ഇതുപോലുള്ള കെയറും ലവിന്റെ എല്ലാം വന്നിരിക്കുന്ന ഈ പുറത്തുള്ള ആൾക്കാരുടെയാണ്. അത് ഇങ്ങനെ വരുന്നതാണ്. ഞാൻ ഈ പറയുന്ന ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ എൻ്റെ അക്കൗണ്ട് നോക്കുന്ന വേറൊരാളാണ് കൈകാര്യം ചെയ്യുന്ന മൊത്തം കാര്യങ്ങളും. അവരും പറയുന്നത് ഇങ്ങനെ കയറി വരുന്നതാണ്. ഇതൊന്നും ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ CPM-കാരാ ചെയ്യിച്ചെങ്കിൽ അങ്ങനെ ഒന്ന് ഒരു ഗ്രൂപ്പിലിട്ട് ചെയ്യിക്കാൻ പറ്റുന്ന കേസ് കെട്ടുകളല്ല. പിന്നെ രാഹുലിൻ്റെയൊക്കെ ഈ വിഷയം എടുത്തൊക്കെ വോട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഥവാ CPM ചെയ്യുവാണെങ്കിൽ ഇതിൽ കൂടുതൽ അധപ്പതനം ഇല്ല നാറികൾക്ക്. അത് വേറെ കാര്യം. ഓക്കെ, രാഹുൽ പറയുന്നത് എന്തെന്ന് കേൾക്കാം. ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, പറയുന്ന ആളെ ഡിസ്ക്രെഡിറ്റ് ചെയ്താൽ പറയുന്ന കാര്യത്തിന്റെ ആശയത്തിന്റെ ഒരു കാമ്പ് പോകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, നമ്മുടെ ശ്രീ രമേശ് ചെന്നിത്തല ഇവരൊരു കാലം മുഴുവൻ സംഘിച്ചാപ്പ കുത്തുകയായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല എപ്പോഴെങ്കിലും സംഘപരിവാറിനോട് ഒരു മൃദു സമീപനമെങ്കിലും കാണിച്ചിട്ടുള്ള ഒരാളല്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിന്റെ സെക്കുലർ ഡൊമൈനാണ്, സ്റ്റേറ്റസ് ആണ്. അതിനെ ദുർബലപ്പെടുത്തുക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത വീഡിയോസിന് വലിയ വ്യൂവർഷിപ്പ് കിട്ടിയപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല, നാട്ടുകാരല്ല കണ്ടത്, ചൈനക്കാരും തായ്ലൻഡുകാരുമാണ് കണ്ടതെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ്. അപ്പോൾ ഈ CPM-ന്റെ PR ചെയ്യുന്ന ഒരു ചങ്ങാതി ഉണ്ടല്ലോ, ഈ മുജ്ജന്മത്തെ ശത്രുക്കളാണ് ജന്മത്തിൽ മക്കളാകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. പൊളിറ്റിക്കലി അത്ര കറക്റ്റ് ഒന്നുമല്ല, എങ്കിലും ചില മക്കള് മുജ്ജന്മത്തിലെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് CPM-ന്റെ ഈ പ്രചരണ രീതി. അവനെ ഒന്ന് നോക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. അപ്പൊ ഇനി ആ ചങ്ങാതിയോട് പറയുന്നത്, CPM-കാർ എന്തായാലും പ്രചരണം നടത്താൻ കുറച്ച് പൈസ തന്നല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി എല്ലാ പോസ്റ്റിലും ചെയ്താലേ ഇതിന് കുറച്ചും കൂടെ വിശ്വാസം ഉണ്ടാകും. ഇത് ഒറ്റ പോസ്റ്റ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ വന്നിരുന്നിട്ട് നിങ്ങളുടെ നുണഭൂമിനെ വളരെ പെട്ടെന്ന് തന്നെ നിർവീര്യമാക്കാൻ കഴിയില്ലേ? ഇനിയും ഇത് ഞാൻ കാശ് കൊടുത്ത് ചെയ്തതാണെങ്കിൽ ഈ പോസ്റ്റുകളിലൊക്കെ ഇൻസൈറ്റ് ഞാൻ കാണിക്കാം. അത്രയൊന്നും ഡീറ്റെയിലേക്ക് പോകേണ്ട കാര്യമില്ല, കാരണം ഇത് നാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എന്റെ മിടുക്കൊന്നുമല്ല, നിങ്ങളുടെ സർക്കാരിന്റെ കൊള്ളരുതായ്മയെ പറ്റി ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവര് കണ്ടതാണ്. അത് നിങ്ങൾക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. അത് പോട്ടെ. ഇനി നിങ്ങളുടെ അവകാശവാദം എന്താണ്? ഈ കെയർ ഇമോജിയിൽ വന്ന ഈ തായ്ലൻഡുകാരും ഈ മലേഷ്യക്കാരും ഈ ചൈനക്കാരും ഒക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, ഇത് വയനാട് ഫണ്ട് വെട്ടിച്ചതാണെന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചലഞ്ച് പറയാം. വയനാട് ഫണ്ട് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനോ യൂത്ത് കോൺഗ്രസോ ഒരുപാടൊന്നും വേണ്ട, ഒരു ചില്ലി കാശ് വക മാറ്റിയെന്ന് തെളിയിച്ചാൽ കടം വാങ്ങിയിട്ടായിരുന്നു ഒന്നും നോക്കണ്ട, 1 കോടി രൂപയാണ് അത് തെളിയിക്കുന്നതാക്കി തരും. ഞാൻ കാശ് കൊടുത്തിട്ട് ലൈക്ക് വാങ്ങിയതാണെന്ന് പറയുന്ന CPM-ന്റെ സൈബർ ക്രിമിനലുകൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. മിസ്റ്റർ പിണറായി വിജയൻ, കേരളത്തിന്റെ കുറച്ച് ദിവസത്തെ കൊണ്ടുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിൽ വോട്ട് ചെയ്ത വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്.
അതിന്റെ കെയർ സെക്ഷനിലേക്ക് ഞാൻ എടുത്തു നോക്കി. നുവാൻ ഹ്വാൻ, മസ്വാൻ ബാലി, ക്വാൻ നൂഹു, ക്വാച്ച്വാൻ, റഹീം ഖ്വാൻ, ഇവരൊക്കെ നമ്മുടെ പയ്യോളി ഏരിയ കമ്മിറ്റിയിലെ സഹാക്കന്മാരായിരിക്കും. പിന്നുണ്ട് മെഷാക് സമാറോ, റാൻ, നയിം ജി, സെൽസിക്കി, ഇവരൊക്കെ നമ്മുടെ മയ്യിൽ സഹാക്കന്മാരായതുകൊണ്ട് കിടക്കുന്നു. പുള്ളി അത് തെളിയിച്ചു കണ്ടില്ലേ? പുള്ളിയുടെ കണ്ണു വെച്ച് നോക്കുവാണെങ്കിൽ കിടക്കുന്നു. കുഴപ്പമില്ല. ചൈനക്കാര്, തായ്ലൻഡുകാര്, മൂപ്പര് പിന്നെ വിശ്വ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ലോകമാകെ കമ്മ്യൂണിസം ശോഭിച്ചിടാൻ കാരണഭൂതനായിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് ചൈനയിൽ നിന്നും തായ്ലൻഡിൽ നിന്നും കൊറിയയിൽ നിന്നും ഒക്കെ ലൈക്ക് വരുന്നതിനകത്ത് നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതൊക്കെ പോട്ടെ. അപ്പൊ കാശ് കൊടുത്തിട്ടാണ് ഈ ലൈക്ക് വാങ്ങുന്നതെങ്കിൽ പിണറായി വിജയൻ ഈ ലൈക്കൊക്കെ വാങ്ങിയത് ഇവിടുന്നാണ്. വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്മാരുടെ പൈസ വെട്ടിച്ചിട്ടുള്ള പണം, ആ പണം എടുത്തിട്ടല്ലേ ലൈക്ക് വാങ്ങിയത്? അതോ സാധാരണക്കാരായ മനുഷ്യന്മാരെ PR-ന് വരും പറ്റിച്ചിട്ടുണ്ടാക്കിയ പൈസയോ? എന്തായാലും മറുപടി പറയേണ്ടി വരും. CPM-ന്റെ സൈബർ ക്രിമികീടങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ആർജവം ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ എഴുതിയ ഏതെങ്കിലും ഒരു പോസ്റ്റോ ഇതുവരെ ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോയോ പെയ്ഡ് PR വർക്ക് നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചു കാണിക്കുക. അപ്പോ ഇനിയും നീ വരില്ലേ ഇതുവഴി കൊറിയയിൽ നിന്നുള്ള ഫേക്ക് ഐഡികളെ മേയിച്ചുകൊണ്ട്? അടിപൊളി. ഇത് സിമ്പിളാണ്. ഇതിപ്പോ പെയ്ഡ് ആണെങ്കിൽ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാന്നേ ഉള്ളൂ. ചിലതൊക്കെ തന്നെ കയറി വരും. എൻ്റെ അറിവിൽ ചിലതൊക്കെ തന്നെ കയറി വരും. പിന്നെ ഈ ബോട്ട് കീട്ട് എനിക്ക് അങ്ങോട്ട് അതിനോടൊന്നും വലിയ, ഈ കാലഘട്ടത്തിലൊക്കെ അതൊക്കെ അങ്ങനെ ചെയ്യുന്നവർ അക്കൗണ്ട് പോകാനേ ഉള്ളൂ ചാൻസ്. കാരണം നമ്മൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ടായി പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.